ഇംഗ്ലണ്ടിനെതിരെ രണ്ടാം ടെസ്റ്റിനൊരുങ്ങുന്ന ഇന്ത്യക്ക് തിരിച്ചടി. ഫാസ്റ്റ് ബൗളർ ജസ്പ്രീത് ബുംറ ബർമിംഗ്ഹാം ടെസ്റ്റിൽ കളിക്കില്ല. ഒന്നാം ടെസ്റ്റിൽ 44 ഓവർ പന്തെറിഞ്ഞ ബുംറയ്ക്ക് വിശ്രമം നൽകാനാണ് ടീം മാനേജ്മെന്റിന്റെ തീരുമാനം. ബുധനാഴ്ചയാണ് രണ്ടാം ടെസ്റ്റിന് തുടക്കമാവുക. ജൂലൈ 10 തുടങ്ങുന്ന മൂന്നാം ടെസ്റ്റിനുള്ള ടീമിൽ ബുംറ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതേസമയം പരിക്ക് മാറിയ ഫാസ്റ്റ് ബൗളർ ജോഫ്ര ആർച്ചറെ ഇംഗ്ലണ്ട് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2021 ശേഷം ആദ്യമായാണ് ആർച്ചർ ഇംഗ്ലീഷ് ടെസ്റ്റ് ടീമിലെത്തുന്നത്. ബുംറ 3 ടെസ്റ്റുകൾ മാത്രമേ കളിക്കുകയുള്ളൂ. ഈ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കാനില്ല എന്ന് മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ വ്യക്തമാക്കിയിരുന്നു. ബുംറ മാത്രമല്ല, രണ്ടാം ടെസ്റ്റിനുള്ള ടീമിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓൾറൗണ്ടർ എന്ന ടാഗിലെത്തി ബാറ്റിംഗിലും ബൗളിംഗിലും ഇംഗ്ലണ്ടിനെതിരെ തിളങ്ങാൻ ഷാർദുൽ താക്കൂറിന് കഴിഞ്ഞിരുന്നില്ല. 16 ഓവർ പന്തെറിഞ്ഞ് വഴങ്ങിയത് 89 റൺസ്, 2 വിക്കറ്റും ബാറ്റ് കൊണ്ടുള്ള സംഭാവന 5 റൺസും മാത്രം. ലീഡ് ബാറ്റിംഗിൽ അനുകൂലമായിരുന്നിട്ടും താരം നിരാശപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഷാർദുലിന് പകരം നിതീഷ് കുമാർ റെഡ്ഡിക്ക് ബർമിംഗ്ഹാമിൽ സാധ്യതയുണ്ട്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ പ്രകടനം തുണയ്ക്കും, പ്രത്യേകിച്ചും ബർമണിലെ സെഞ്ചുറി. ഷാർദുലിനേക്കാൾ ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും ഫീൽഡിംഗിൽ വളരെ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന താരമാണ് നിതീഷിനെയായി വിലപ്പെടുത്തുന്നത്. ഇന്ത്യൻ ഫീൽഡർമാർ ശരാശരിക്ക് താഴെ നിന്നപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ ഔട്ട്ഫീൽഡിലും ഇന്നർ സർക്കിളിലും നിതീഷ് മികവ് പുലർത്തി. കുൽദീപ് യാദവിനെയും ടീമിലെത്തിക്കാൻ സാധ്യതയുണ്ട്. ചൈനാമൻ എന്നൊരു ആനുകൂല്യവുമുണ്ട്. ഇംഗ്ലണ്ടിന്റെ ഭാവി താരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹാരി ബ്രൂക്ക്, ജേമി സ്മിത്തുമടക്കമുള്ളവർക്ക് സ്പിന്നിങ്ങിനെതിരെ അത്ര മികച്ച റെക്കോർഡല്ല എന്നത് കുൽദീപിനെ ടീമിൽ ഉൾപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. 2024 ഇംഗ്ലണ്ടിന്റെ ഇന്ത്യൻ പര്യടനത്തിൽ രവീന്ദ്ര ജഡേജയേക്കാൾ മികച്ച ശരാശരിയിൽ 19 വിക്കറ്റെടുത്ത് തിളങ്ങിയിരുന്നു കുൽദീപ്. എന്നാൽ ജഡേജയ്ക്ക് പകരം കുൽദീപ് എന്ന കടുത്ത തീരുമാനത്തിലേക്ക് മാനേജ്മെന്റ് കടക്കാനുള്ള സാധ്യതയും വളരെ വിരളമാണ്.